ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മാത്സ് ഉഷാറായി എഴുതിയില്ലേ? ഇനി വരാനുള്ള പരീക്ഷ ഏതാണ്? മലയാളം സെക്കൻഡാണ്. മലയാളം ഫസ്റ്റ് നമ്മൾ തകർത്ത് സൂപ്പർ ഡ്യൂപ്പറായിട്ട് നമ്മൾ എഴുതിയതാണ്. അപ്പോൾ മലയാളം സെക്കൻഡ് നമുക്ക് അതുപോലെ പഠിക്കണം. അപ്പോൾ നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമല്ലേ, എങ്ങനെയാണ് മുഖപ്രസംഗം, ഉപന്യാസം, പ്രഭാഷണം, പ്രസംഗം അല്ലെ, ഇതൊക്കെ എങ്ങനെ എഴുതുക എന്നൊക്കെ നിങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉപന്യാസം എന്താണ് അല്ലെ, ഉപന്യാസത്തെക്കുറിച്ച് എങ്ങനെയാണ് എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉപന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എഴുതുന്ന ആകർഷകമായിട്ടുള്ള ഗദ്യലേഖനത്തെയാണ് നമ്മൾ ഉപന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഉപന്യാസത്തിന് 3 ഭാഗങ്ങളാണുള്ളത്, അതിന്റെ ഘടന അല്ലെ. അപ്പോൾ ഘടന വളരെ പ്രധാനപ്പെട്ടതാണ്, ഘടനയ്ക്ക് മാർക്കുണ്ട്. അപ്പോൾ നമുക്ക് ഭാഷാ വിഷയമായതുകൊണ്ട് തന്നെ നമുക്ക് 6 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഉപന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് എഴുതേണ്ട രീതിയിൽ അതിന്റെ ഘടന പാലിച്ച് തന്നെ നമ്മൾ എഴുതണം, എന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തേത് ആമുഖമാണ്, ഉപക്രമം അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് എന്താണോ വിഷയം തന്നിരിക്കുന്നത് അതിനെ ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആമുഖം എന്ന് പറയുന്നത്. ടീച്ചർ വിശദീകരിക്കുക. രണ്ടാമത്തേത് പ്രതിപാദ്യം, വിശകലനമാണ്, ബോഡി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയും. മൂന്നാമത്തേത് ഉപസംഹാരം അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയും. അപ്പോൾ ആമുഖം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, വിഷയത്തെ പരിചയപ്പെടുത്തുന്നു, പാഠഭാഗത്തോട് ബന്ധമുള്ള വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്താ പറയുക ഉപന്യാസങ്ങളൊക്കെയാണ് നമ്മളോട് ചോദിക്കുക അല്ലെ. ഇപ്പോൾ ഭക്ഷണത്തെക്കുറിച്ചുള്ള യൂണിറ്റ് നമുക്കുണ്ട്. അപ്പോൾ ഭക്ഷണം, പുതിയ കാലത്തെ മാറുന്ന ഭക്ഷണ രീതികളെ കുറിച്ചായിരിക്കാം ചോദിക്കുന്നത് ഉപന്യാസം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ കാലത്തുള്ള എന്താ പറയുക ഭക്ഷണം കഴിച്ചിട്ട് അല്ലെ മാറുന്ന ഭക്ഷണശൈലി കൊണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് സൂചിപ്പിക്കും. അപ്പോൾ പാഠഭാഗവുമായിട്ടുള്ള ബന്ധം കണക്ട് ചെയ്തിട്ട് എഴുതണം, സമകാലികമായിട്ട് അതിനെ കണക്ട് ചെയ്ത് ചുറ്റുപാടുള്ള പ്രശ്നങ്ങളുമായി കണക്ട് ചെയ്തിട്ട് എഴുതണം. ലളിതമായിട്ടുള്ള ഭാഷയിലായിരിക്കണം അല്ലെ. ഇവിടുന്ന് കോഴിക്കോട് നിന്ന് എറണാകുളം പോലെ നീണ്ടുപോകുന്ന സെന്റൻസുകളൊന്നും എഴുതരുത്. കൃത്യമായിട്ടുള്ള വളരെ ചെറിയ സെന്റൻസുകളായിട്ട് കാര്യം പെട്ടെന്ന് മനസ്സിലാവുന്ന ലളിതമായ എന്നാൽ ശക്തമായ ഭാഷയിലാണ്. വിഷയ കേന്ദ്രീകൃതമായിരിക്കണം. വിഷയത്തിൽ നിന്ന് തെന്നി മാറി പശുവിൻ്റെയും തെങ്ങിൻ്റെയും കഥ പറയാറില്ലേ, പശുവിനെ കൊണ്ടുവന്ന് തെങ്ങിൽ കെട്ടുന്ന പോലെ ഒരിക്കലും നമ്മൾ ഉപന്യാസം എഴുതരുത്. വളരെ ലളിതമായി വിഷയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത്. രണ്ടാമത് പ്രതിപാദ്യ വിഷയമാണ്. വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാവണം. കാര്യകാരണ സഹിതം അല്ലെ ഉദാഹരണ സഹിതം ഖണ്ഡികകൾ, പാരഗ്രാഫ് തിരിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ഉദ്ധരണി, കവിവാക്യം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ശൈലികൾ, പ്രയോഗങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രതിപാദ്യ വിഷയത്തിൽ എഴുതാം. ഉപസംഹാരമാണ് അവസാനത്തെ ഖണ്ഡികയാണ് അല്ലെ. ഉപസംഹാരം എന്ന് പറയുന്നത് എന്താണ്? അവസാനത്തെ ഖണ്ഡികയാണ്, അവസാനത്തെ പാരഗ്രാഫ്. ഖണ്ഡിക പാരഗ്രാഫാണ്. അപ്പോൾ ആ പാരഗ്രാഫിൽ നമ്മളുടെ അഭിപ്രായം, സ്വന്തം അഭിപ്രായം ഉണ്ടാവണം, നിരീക്ഷണങ്ങൾ ഉണ്ടാവണം, അപഗ്രഥനങ്ങൾ ഉണ്ടാവണം. അതായത് വിഷയത്തോട് എന്താണ് നമ്മളുടെ അല്ലെ ആ ഒരു സബ്ജക്റ്റ് ഏതാണോ നമുക്ക് ഉപന്യാസത്തിന് തരുന്നത് ആ വിഷയത്തോടുള്ള നമ്മളുടെ അഭിപ്രായങ്ങൾ അല്ലെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് എന്ത് ചെയ്യണം നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. പ്രചോദനാത്മകമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ആ കൺക്ലൂഷൻ അല്ലെ കൺക്ലൂഡ് ചെയ്ത് അവതരിപ്പിക്കണം. അപ്പം ഭാഷ ശ്രദ്ധിക്കണം, ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 6 മാർക്ക് ഉറപ്പാണ്. ഉപന്യാസം 6 മാർക്കിനെ ചോദിക്കുള്ളൂ. 6 മാർക്ക് കിട്ടിയില്ലേ? അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് സംശയമുള്ളത്, ഏതൊക്കെ പാഠഭാഗങ്ങൾ വിശദീകരിക്കേണ്ടോ എല്ലാം എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടിപൊളിയായിരിക്കുക. മാരത്തോണുകളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇനി കുറച്ച് ദിവസങ്ങളുണ്ട് അല്ലേ, അടിപൊളിയായിട്ട് മലയാളം നമുക്ക് ഉഷാറായിട്ട് പഠിക്കണം. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക, സൂപ്പറായിട്ടിരിക്കുക കേട്ടോ.